പ്രശാന്ത്, അസലായി. എങ്ങനെ ഇങ്ങനെ പാടാൻ കഴിയുന്നത്? ഏതായാലും ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചെല്ലണം. ചെന്ന് തീരൂ. അതാ അതിന്റെ ശരി. എനിക്ക് സന്തോഷമായി. നല്ല ആളാ. അച്ഛനെ പറ്റിക്കാൻ കിട്ടി വേഷം കൊള്ളാം. അപ്പൊ ഞാൻ വരട്ടെ. നിന്റെ കുളക്കടവും ഭാഗവതരും കേറാൻ അവിടെ നിന്റെ ഒരു കൊടൈക്കനാൽ. ചേംബറല്ലേ? അരുഗിരീശ്വര മേനോൻ. ഞാൻ തമ്പിയാണ്. ഉടനെ പ്രശാന്തിന്റെയും നിഷയുടെയും വിവാഹത്തിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തോളൂ. എത്തിയതല്ല, ഞാൻ കൊണ്ടുവന്നതാ. വൈകിട്ട് ക്ലബിൽ വെച്ച് കാണാം. ഓക്കെ. Hello, can I speak to Vinu, please? Che. വിനു, നിന്നെ ഇപ്പം വിളിച്ചു വെച്ചതേ ഉള്ളൂ. വാ തുറന്ന് നന്നായി. അല്ല, നീ തന്നെയാണല്ലോ പ്രശാന്ത്. എന്താ? അല്ല, നിന്റെ വേഷവും ഭാവവും കണ്ടപ്പോഴേ ഒരു ചെറിയ സന്യാസം കഴിഞ്ഞ് വന്ന കാര്യമുണ്ടേ. നീ എവിടെയായിരുന്നു? നല്ല ചോദ്യം. എന്നോടാണ് ചോദിക്കുന്നത്? നിന്റെ തന്തപ്പടിയോട് ചോദിക്കുമ്പോ പറയും ഇന്ന് വരും നാളെ വരും. സത്യമായിട്ട് ഒളിയാ ഞാൻ വിചാരിച്ചു നീ ഒരു പോക്ക് പോയെന്ന്. ഇതെന്തോന്ന് കൊടൈക്കനാലുണ്ടേ? തമാശകളാ. നമ്മുടെ പാലക്കാടുള്ള എസ്റ്റേറ്റ് ബംഗ്ലാവില്ലേ, അവിടെ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. പേര് ദേവി, ശ്രീദേവി. സുന്ദരിയാണ്, നന്നായി പാടും. ഭാഗവതയുടെ മകളാണ്. ദേവിയെ കണ്ട നിമിഷം മുതൽ ചേടാ നീ ആള് കൊള്ളാലോടെ. കണ്ട നിമിഷം മുതലേ അങ്ങോട്ട് കിണിക്കാതൊന്ന് പറ. കണ്ട നിമിഷം മുതൽ ഓഹോ, ഇവിടം വരെ ആയോ? ഇനി മുമ്പോട്ടുള്ള കാര്യത്തിന് ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഇനി വിവാഹം ഒരു ചടങ്ങിന് വേണ്ടി മാത്രം, അതല്ലേ വേണ്ടു? അപ്പൊ നീ പൂച്ചയെ പോലിരുന്ന് പാലക്കാട് പോയി കല ഉടച്ചു കളഞ്ഞല്ലടാ പുള്ളേ. ഞാനിപ്പോ ആകെ ധർമ്മസംഘത്തിലാണ്. എന്തേ? ഡാഡ് എന്നെ അവിടുന്ന് ബലമായി പിടിച്ചോണ്ട് വന്നതാണ്. അല്ല, അതേ പരിവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. വിനു, ദേവിയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. അവൾ എന്റേതാണ്. എനിക്ക് അവൾ എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയാമോ? ഇവിടെ അല്ലെന്ന് ഞാൻ പറഞ്ഞോ? നീ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? ഡാഡ് തടസ്സമായാൽ നാളല്ല ഇങ്ങനെയൊക്കെ പറയാൻ. നീ എത്ര കൊച്ചുകുട്ടിയൊന്നുമല്ലോ. നീ പോയി പറയണം, ഡാഡ് എനിക്ക് പ്രായപൂർത്തിയായി. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരണം. സാധ്യമല്ലെന്ന് പറഞ്ഞാൽ സാധ്യമാകണം ഡാഡ്.
എന്ന് ഉറച്ച് തന്റെ അടുത്തോട് പറയണം. ഒന്നുമില്ല, നീ ഒരു ആണല്ലേടാ രുദ്രാക്ഷമൊക്കെ ഇട്ട് വെക്കുന്നു. ഹായ് ശാന്ത്, എത്ര നാളായി കണ്ടിട്ട്. ഡാഡി പറഞ്ഞു വന്ന കാര്യം, ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. അതിരിക്കട്ടെ, കൊടൈക്കനാലൊക്കെ എങ്ങനെയുണ്ട്? നല്ല ആഴമുള്ള കനാല, ചൂണ്ടയിൽ ഉഗ്രന കുടുങ്ങിയിരിക്കുന്നത്. നിങ്ങൾ വരട്ടെ. ഡാഡ്, എന്തു വേണം ശാന്ത്? ഞാൻ പറയൂ. എനിക്ക് എനിക്ക് എനിക്കങ്ങോട്ട് തുറന്നു പറയാൻ കഴിയുന്നില്ല വിനു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇപ്പൊ ചെയ്യും. എടാ, നിന്റെ വായിൽ എന്തോടാ, നാക്കോ പഴവും ആണാണെന്ന് പറഞ്ഞു നടക്കുന്നു. ഒരാടുന്നു. നീ എങ്ങനെയെങ്കിലും ഒന്ന്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ചേടാ, ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ ദേവി ഇപ്പോൾ മോളെ, ദാമു എന്നോടെല്ലാം പറഞ്ഞു. എന്റെ മോക്ക് ഇത് വേണമായിരുന്നു. അവരൊക്കെ വലിയ ആൾക്കാര്. എത്താവുന്ന കൊമ്പിലല്ലേ പിടിക്കാവൂ മോളെ. അച്ഛാ, ശാന്തേട്ടൻ നല്ലവനാണ്. എനിക്ക് ശാന്തേട്ടനെ അല്ലാതെ ഇനിയിപ്പോഴെന്താ ചെയ്യുക? എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും. ദേവി, പ്രശാന്ത് തീർച്ചയായും വരും.